ഈ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ്. ഇറാന് നെതന്യാഹുവിനെ എന്തായാലും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മാളത്തിൽ ചെന്ന് ഒളിച്ചിരുന്നാലും നെതന്യാഹുവിനെ തീർക്കും എന്നുള്ളതാണ്. അപ്പം ഇതുവരെ തീർന്നിട്ടില്ലെങ്കിൽ ഇനിയും തീർക്കാനായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ശ്രമമെന്നുള്ള രീതിയിലാണ് ഇറാൻ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴെന്ത് പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്? നെതന്യാഹുവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇസ്രയേല് ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത നിഷേധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിഷേധിക്കുന്ന ഇസ്രയേലിന് നെതന്യാഹുവിനെ ഇതുവരെ ഒരു പൊതുവേദിയിലോ അല്ലെങ്കിൽ വിശ്വസനീയമായ അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവോ പുറത്തുവിടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 28-ാം തീയതിയാണ് ഈ യുദ്ധം തുടങ്ങിയത്. അതിനുശേഷം കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേരെ അവർ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില ദൃശ്യങ്ങളും ചില ഫോട്ടോസുകളുമൊക്കെ ഓൺലൈനിൽ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊക്കെ ഇസ്രയേൽ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത് വ്യാജ ചിത്രങ്ങളാണ് എന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അതേ ഇസ്രയേലിന് തന്നെ ഒരു അബദ്ധം പറ്റി. കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 13-ാം തീയതി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഒരു പ്രസംഗം, ഒരു വീഡിയോ പുറത്തു വന്നു. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ അത്ര ശ്രദ്ധയും ഉണ്ടാകും. അങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോൾ ഈ വീഡിയോയിൽ ചിലർക്ക് ചില സംശയങ്ങൾ തോന്നി. ആ സംശയങ്ങൾ അതിൽ അത്ര കഴമ്പുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഒരു AI ജനറേറ്റഡ് വീഡിയോയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചില സമയത്ത് 6 വിരലുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ചില AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു പാളിച്ചയാണ്. അത് ഈ കാര്യത്തിൽ ഉണ്ടായി. പക്ഷെ അതിന് ഇപ്പോൾ ഇസ്രയേൽ പറഞ്ഞ് വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിച്ചപ്പോൾ ഈ കൈയുടെ പത്തി, ആ ഭാഗത്തെ മാംസഭാഗം ദൃശ്യമായത് ഒരു വിരലായിട്ട് തോന്നിയതാകാം. അതല്ലാണ്ട് അദ്ദേഹം സുഖമായിരിക്കുന്നു, അദ്ദേഹത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയിൽ മറ്റ് 2 സംഭവങ്ങൾ കൂടി ഉണ്ടായി. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനം, അത് വിങ്സ് ഓഫ് സിയോൺ എന്ന് പറയുന്ന ഔദ്യോഗിക വിമാനം ബെഞ്ചമിൻ നെതന്യാഹു ഇല്ലാതെ ജർമ്മനിയിലേക്ക് പറന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബമോ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞ വിശദീകരണം, ആ വിമാനം ആക്രമിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മാറ്റിയതെന്ന് പറയുന്നു. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മകൻ യയർ നെതന്യാഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. ഏതാണ്ട് 2,84,000-ഓളം ഫോളോവേഴ്സ് എക്സിൽ, നമ്മുടെ പഴയ ട്വിറ്ററിൽ ഉള്ള ഒരാളും കൂടിയാണ്. ഇപ്പോൾ നെതന്യാഹുവിൻ്റെ മകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്തേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ മകനും മൗനമാണ്. സോഷ്യൽ മീഡിയയിൽ യാതൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതും നെതന്യാഹുവിൻ്റെ അസാന്നിധ്യവും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നെതന്യാഹുവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും അപായപ്പെടുത്തി എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നു. ചില സൂചനകൾ, ചില സോഷ്യൽ മീഡിയ അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രയേൽ ഇത് തരാതരം പോലെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് ഇത് ഈ പ്രചരിപ്പിക്കുന്നതെല്ലാം പ്രൊപ്പഗൻഡ വാർത്തകളാണ്, അങ്ങനെ ഒരു സംഗതിയിൽ അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ ഏതായാലും ഇറാന്റെ IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ വധിച്ചു, ഇനി എങ്ങാനും അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ, നെതന്യാഹു ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ വേട്ടയാടും. ഈ കുട്ടികളെ കൊന്ന ക്രിമിനലായ നെതന്യാഹുവിനെ ഞങ്ങൾ വധിച്ചിരിക്കും. അത് അയാളുടെ മരണം ഉറപ്പാക്കുന്നത് വരെ അദ്ദേഹത്തെ പിന്തുടർന്ന് വേട്ടയാടും എന്നുള്ളതാണ് IRGC ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നെതന്യാഹുവിനെ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനമായ മൊസാദിന്റെ സംരക്ഷണ വലയിൽ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ നേരത്തെ 3 തവണ വധശ്രമങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതിൽ ആക്രമണം നടന്നു എന്ന് പറയാൻപ്പെടുന്നത് 2024 ഹിസ്ബുള്ള നടത്തിയ ആക്രമണമാണ്. അദ്ദേഹത്തിൻ്റെ ഒഴിവുകാല സ്വകാര്യ വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ 2025 കുറച്ചുകൂടി ഗൗരവതരമായ ഒരു സംഗതി ഉണ്ടായി. ഇസ്രയേലിലെ ഒരു ഭരണകൂട വിരുദ്ധ ആക്ടിവിസ്റ്റായ ഒരു വനിത, 70 വയസ്സുണ്ട്, അവരൊരു സ്ഫോടക വസ്തുവുമായിട്ട് പിടികൂടപ്പെട്ടു.
അത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാൻ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ സ്ഫോടക വസ്തു തയ്യാറാക്കിയതെന്നുള്ളതാണ് വാർത്തകളും കേസും ആ രീതിയിൽ വന്നത്. പിന്നെ വന്നത് 2024 ഒരു സംഭവമാണ്. അന്ന് ഒരു ഇറാൻ പൗരനാണ്, ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹവും മൊസാദിന്റെ പിടിയിലായി. അദ്ദേഹത്തെ ഇറാൻ ഭരണകൂടം നെതന്യാഹുവിനെ വധിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ആളാണ് എന്ന തരത്തിലാണ് ഇസ്രയേൽ അതിനെ ചിത്രീകരിച്ചത്. ഏതായാലും ഈ യുദ്ധം തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ ആദ്യം ഇറാനും അമേരിക്കയും ടാർഗറ്റ് ചെയ്തത്, ഇസ്രയേലും അമേരിക്കയും ടാർഗറ്റ് ചെയ്തത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരടക്കമുള്ളവർ രഹസ്യയോഗം ചേരുന്നതിന് ആ കെട്ടിടമടക്കം തകർത്തുകൊണ്ടാണ് അദ്ദേഹത്തെ വധിച്ചത്. അതേ തൂക്കത്തിൽ തന്നെ ഇറാനും തിരിച്ചടി കൊടുത്തു. അതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവഹാനി ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാനാകാത്ത വിധം ഗുരുതരമായ പരിക്കുണ്ടാകാം എന്നുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത സ്ഥിതിക്ക് ചില ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പരിക്കു പറ്റിയ നിലയിൽ നെതന്യാഹുവിനെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചു കൊണ്ടുപോകുന്നതടക്കമുള്ള ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ആധികാരികത ഇപ്പോഴും നമുക്ക് സംശയത്തിലാണ്. എന്നിരുന്നാലും നെതന്യാഹു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നിടത്തോളം നമുക്ക് അദ്ദേഹത്തിന്റെ ജീവന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ജീവന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും അങ്ങനെ ഉറപ്പുവരുത്തിയിട്ടില്ലല്ലോ നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള കാര്യത്തിന്. അല്ല, ഇറാനെ സംബന്ധിച്ച് ഇസ്രയേലിന് സമാനമായ അത്ര വലിയ രഹസ്യ അന്വേഷണ നെറ്റ്വർക്കോ അങ്ങനെയൊന്നും ഇല്ല, അത്ര സ്ഥാപനമാണ്. പക്ഷെ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഇറാനിൽ ഇനി തകർക്കാനായിട്ടൊന്നുമില്ല. അവരുടെ ആയുധശാലകള്, മറ്റ് സേനാ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്തു എന്നുള്ളതാണ് അമേരിക്ക നിരന്തരം അവകാശപ്പെടുന്നത്. എന്നിട്ടും ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ സഖ്യകക്ഷികളായ 3 രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇന്നും അവർ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ IRGC പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അവരാലാവുന്ന വിധം ഇപ്പോഴും ചെറുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതുകൂടാതെ ദുബായ്, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയതായിട്ടുള്ള അവിടെ ചില സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഫോടനത്തിന് വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കണം. ഒന്നെങ്കിൽ ഇറാൻ IRGCയോ ഇറാന്റെ സേനയോ, അല്ലെങ്കിൽ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന വിവിധ വിഘടനവാദി സംഘടനകളുണ്ട്, ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾ ആരെങ്കിലും ഇവർക്ക് വേണ്ടി പ്രോക്സി വാർ നടത്തിക്കൊണ്ടിരിക്കുകയാകാം. ഏതായാലും 16 ദിവസം പിന്നിട്ട് കഴിഞ്ഞ് യുദ്ധം തുടങ്ങിയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് അവരുടെ നേതാവിനെ തന്നെ ആദ്യം വധിച്ച സ്ഥിതിക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ചെറുത്തുനിൽപ്പില്ലാതെ ഏകപക്ഷീയമായി യുദ്ധം അവസാനിക്കും എന്നാണ്. പക്ഷേ ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ ആത്യന്തികമായ വിജയം ഇപ്പോഴും ഈ ഘട്ടത്തിൽ ഇത്ര വലിയ മേൽക്കോയ്മ അവകാശപ്പെടുന്നെങ്കിലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആത്യന്തികമായ വിജയം ഇപ്പോഴും അവകാശപ്പെടാനാകാത്ത സ്ഥിതിയാണ്. അതോടൊപ്പം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് കാര്യമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കാനും ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.